ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് പക്കാറ്റ സമീപകാലത്ത് വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിലായിരുന്നു. പക്ഷേ ആ കേസിൽ നിന്നും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലുക്കാസ് പക്കാറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസ്ഫർ റൂമറുകൾ വളരെയധികം സജീവമായിരുന്നു. വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഇദ്ദേഹത്തെ കൈവിടാൻ തയ്യാറാണ്. പക്ഷേ വലിയ ഒരു തുക തന്നെ വെസ്റ്റ് ഹാം ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട് എന്ന റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി പിന്നീട് നീക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. ഏതായാലും ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇതിലൊരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫർ ജാലകം അടക്കുന്നതിന് മുന്നേ 3 ക്ലബ്ബുകൾ കൂടി ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി, അതല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തി എന്ന റിപ്പോർട്ടാണ് ഗ്ലോബോ പങ്കുവച്ചിട്ടുള്ളത്. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ആസ്റ്റൺ വില്ല, അതുപോലെ തന്നെ ടോട്ടൻഹാം, എവേർട്ടൺ, ഈ 3 ക്ലബ്ബുകളും ലുക്കാസ് പക്കാറ്റയെ കുറിച്ച് വെസ്റ്റ് ഹാം യുണൈറ്റഡിനോട് എൻക്വയറി നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്നാൽ വെസ്റ്റ് ഹാം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. താരത്തെ കൈവിടാൻ അവർ ഒരുക്കമാണ്. പക്ഷേ 50 മില്യൺ പൗണ്ടിന് താഴെയുള്ള ഒരു തുക സ്വീകരിക്കില്ല എന്ന നിലപാടാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് നല്ല ഒരു തുക തന്നെ ലുക്കാസ് പക്കാറ്റയ്ക്ക് വേണ്ടി ക്ലബ്ബുകൾ ചിലവഴിക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തെ കൈവിടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 3 ക്ലബ്ബുകൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആരും ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി താരത്തിന്റെ ഭാവി എന്താവും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.